നമ്മുടെ ഫസ്റ്റ് ഫാക്ട് എന്ന് പറയുന്നത് ബനാനാസ് ആർ നാച്ചുറലി റേഡിയോ ആക്റ്റീവ്. സോ ബനാനാസ് നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആണ്. സോ എന്തുകൊണ്ടാണ് ബനാനാസ് റേഡിയോ ആക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ബനാനാസിൽ പൊട്ടാസ്യത്തിൻ്റെ ഒരു നാച്ചുറൽ ഐസോട്ടോപ്പ് ആയിട്ടുള്ള പൊട്ടാസ്യം 40 അല്ലെങ്കിൽ K40 എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. സോ ഇതൊരു റേഡിയോ ആക്റ്റീവ് ഫോമാണ്, പൊട്ടാസ്യത്തിൻ്റെ ഒരു റേഡിയോ ആക്റ്റീവ് ഫോമാണ്. പക്ഷേ ഇത് പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. സോ ഈ ഒരു എലമെൻറ്റ് നമ്മളുടെ ബനാനയിലുണ്ട്. സോ അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് നമ്മളുടെ ബോഡിക്ക് ഹാംഫുൾ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബനാനാസിൽ ഇത് ഏകദേശം 350 മുതൽ 400 മില്ലിഗ്രാം വരെ ഇതിൻ്റെ കണ്ടൻറ്റ് വരുന്നുള്ളൂ. സോ അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 0.1 മൈക്രോ സീവേഴ്സ്, അതായത് മൈക്രോ സീവേഴ്സാണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അത് 0.1 മൈക്രോ സീവേഴ്സേ ഉള്ളൂ. സോ അത് നമ്മുടെ ബോഡിക്ക് അത്ര ഹാംഫുൾ അല്ല. നമ്മുടെ ഒരു എക്സ്റേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1 ലാക്ക് മൈക്രോ സീവേഴ്സ് ഉണ്ട്. സോ അത് വച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബനാനയിലുള്ളത് വളരെ കുറവായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഇതാണ്. സോ പക്ഷേ ഏകദേശം 700 ബനാന ഒരുമിച്ച് തിന്നാൽ മാത്രമേ അതൊരു റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രശ്നമായി അല്ലെങ്കിൽ നമ്മളുടെ സോ രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പ്ലാനറ്റ് മെയ്ഡ് എൻറ്റയർലി ഓഫ് ഡയമണ്ട്, അതായത് ഡയമണ്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാനറ്റ്. സോ ഇതെവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആകാശത്തോട്ട് നോക്കുമ്പോഴേ നമുക്ക് നിരവധി കോൺസ്റ്റലേഷൻസ് കാണാൻ പറ്റും. സോ അതിൽ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനിലാണ് ഇതുള്ളത്. സോ ഈ ഒരു പ്ലാനറ്റിൻ്റെ പേര് വരുന്നത് 55 കാൻഡറി എന്നാണ്. സോ ഈ ഒരു പ്ലാനറ്റ് വരുന്നത് നമ്മളിൽ നിന്നും ഏകദേശം 40 ലൈറ്റ് ഇയേഴ്സ് എവേ ആയിട്ടാണ്, അതായത് 40 ലൈറ്റ് ഇയേഴ്സ് ദൂരെയാണ്. സോ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്ലാനറ്റ് ഫുൾ ഡയമണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനറ്റിൽ തന്നെ ഭയങ്കര ഹൈ കാർബൺ കണ്ടൻ്റാണ്. അതായത് നമുക്കറിയാം ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കാർബൺ കൊണ്ടുണ്ടാക്കിയിരുന്ന സാധനമാണ്. സോ ഈ ഒരു പ്ലാനറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഹൈ കാർബൺ കണ്ടൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ മാസീവ് പ്രഷറാണ്. അതേപോലെ തന്നെ ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ്. ഏകദേശം 2400 സെൽഷ്യസ് ഒക്കെ വരുന്ന ഒരു ടെമ്പറേച്ചറാണ് അവിടെ ഉള്ളത്. സോ ഈ ഒരു എൻവയോൺമെൻറ്റ് തന്നെ ധാരാളമാണ് ഒരു ഡയമണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു പ്ലാനറ്റ് അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു പ്ലാനറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫുള്ള് ഡയമണ്ട് ആയിരിക്കാം, ഡയമണ്ട് നല്ല ഹാർഡായിട്ടുള്ള സർഫസ് ആയിരിക്കും. പക്ഷെ അല്ല, ഈ ഒരു സ്ഥലത്ത് കാല് കുത്തുമ്പോൾ തന്നെ നമ്മൾ കാല് കരിഞ്ഞു പോകും. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ്. അവിടുത്തെ സർഫസ് എന്ന് പറയുന്നതിൻ്റെ മോൾട്ടൺ ലാവ കണക്കാണ്, അതായത് ഒഴുകി നടക്കുന്ന ലാവ കണക്ക് അല്ലെങ്കിൽ ഉരുവിയിരിക്കുന്ന ലാവ കണക്കാണ് അവിടുത്തെ ഒരു സർഫസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ വോൾക്കാനോസ്, അതേപോലെ തന്നെ ഒഴുകുന്ന ഓഷൻ ഓഫ് മാഗ്മ, അതായത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാഗ്മ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ. അതുകൊണ്ട് അതൊരിക്കലും അടുത്തൊരു സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ്, അതായത് മരണമില്ലാത്ത ജെല്ലി ഫിഷ്. സോ നമുക്കറിയാം എല്ലാ ഓർഗാനിസത്തിനും ജനിച്ചു കഴിഞ്ഞാൽ ഒരു മരണം ഉറപ്പാണ്. സോ ഈ ഒരു സ്പീഷീസ്, അതായത് ടുറിട്ടോഫിസിസ് ഡോഹ്റിനി, സോ ഈ ഒരു ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് ഇതിന് ഏജ് റിവേഴ്സ് ചെയ്യാക്കും. അതായത് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ബേബി ആകും, പിന്നെ അഡൾട്ട് ആകും, പിന്നെ ഒരു എൻഡ് ഓഫ് ദ സ്റ്റേജ് ഉണ്ട്. അവരുടെ ഒരു മരണസമയത്ത് അവർക്ക് ഒന്നുകിൽ വയസ്സാകും, അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആകും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ തിരിച്ച് ബാക്ക് ടു ബേബി സ്റ്റേറ്റിലോട്ട് പോകും. അതായത് ആ ഒരു സ്റ്റേറ്റിന് പറയുന്നത് പോളിപ്പ് എന്നാണ്, പോളിപ്പ്. സോ ഈ ഒരു പ്രോസസ്സിനെ പറയുന്നത്, അതായത് ഈ ഒരു സൈക്കിളിനെ പറയുന്നത് ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്നാണ്. അതായത് ആദ്യം ബേബി ആകും, പിന്നെ അഡൾട്ട് ആകും, പിന്നെ നോർമൽ ഇതിൽ പോയി ഓൾഡ് ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീണ്ടും ബേബി ആയിട്ട് മാറും. സോ ഇതിന് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽസിന് വീണ്ടും യങ് ആവാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. സോ ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നതെങ്കിലും പല സ്ഥലത്തും ഇതിനെ കണ്ടതായിട്ട് റെക്കോർഡ്സ് ഉണ്ട്. സോ നമ്മുടെ നാലാമത്തെ സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് മഷ്റൂംസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. മഷ്റൂം, അതായത് കൂമ്പിളെന്നൊക്കെ വിളിക്കുന്ന മഷ്റൂം, അത് ഒരു മഷ്റൂമിനും മറ്റൊരു മഷ്റൂമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു മൈസീലിയം നെറ്റ്വർക്ക് ഉണ്ട്. അതായത് അതിൽ നിന്ന് വരുന്നൊരു പ്രൊജക്ഷൻസ് ആണ്, അതായത് മൈസീലിയം നെറ്റ്വർക്ക്. സോ ഇത് മറ്റുള്ള മഷ്റൂംസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ഇതുവഴി ഇലക്ട്രിക്കൽ സിഗ്നൽസ്, അതായത് നമ്മളെ ന്യൂറോൺസ് ഉണ്ടല്ലോ, നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോൺസ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ കൊണ്ടുപോകാൻ ഈ ഒരു മൈസീലിയം നെറ്റ്വർക്കിന് സാധിക്കും. അതുകൂടാതെ തന്നെ കെമിക്കൽസ് ഷെയർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. സോ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫുഡ് സോഴ്സ് എവിടെയുണ്ടെന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ത്രെഡ്സ് അവർക്ക് വരുന്നുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. സോ